മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിക്ക് വലിയ പുതുമ എന്ന് തോന്നുന്നില്ല, കാരണം ഇഞ്ചിക്കറിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതുള്ളൂ. പിന്നെ ഞാൻ ഇച്ചിരി നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പോലത്തെ ഒരു ഇഞ്ചിക്കറിയാണ്. അതിന് ഇതിൻ്റെ ഇഞ്ചി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശർക്കരയുണ്ട്, പുളിയുണ്ട്, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കാം. അതായത് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടേ ചെറിയ ചെറിയ പീസായിട്ടല്ലേ, അതുകൊണ്ട് അത് എളുപ്പമുണ്ട്. നമുക്ക് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കടുക് ഇട്ടു, മുളകിട്ടു, സാധാരണ കടുക്, കരിവേപ്പില ഇടേണ്ടതാണ് കേട്ടോ. ഇവിടെ കരിവേപ്പില അങ്ങനെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കരിവേപ്പില ഇടാത്ത. നാട്ടിലാകുമ്പോൾ നമുക്ക് കരിവേപ്പിലയും കൂടെ ഇടാം കേട്ടോ. എന്നിട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടട്ടെ. ഈ ഇഞ്ചിക്കറി വെക്കാന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിലെ അമ്മമാരാണ് ഈ ഇഞ്ചിക്കറി പുതിയ തലമുറയിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട്. അവർ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇഞ്ചിക്കറി വെക്കാമെന്ന്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഇഞ്ചിക്കറി വെച്ച് നോക്കിയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ വെച്ചാൽ ഇഞ്ചി ഒന്ന് പിരിഞ്ഞ് കളഞ്ഞതാണ് കേട്ടോ. പിരിഞ്ഞ് കളയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വേഗം അത് ഡ്രൈ ആയി കിട്ടുവേ. ഇഞ്ചി നന്നായിട്ട് വേഗം ഡ്രൈ ആയി കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഒത്തിരി സമയമൊന്നും എടുക്കുകയില്ല ഉണങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ പച്ച ഇഞ്ചി അതേപടിയാണെങ്കിൽ അത് ഉണങ്ങാനൊക്കെ ഒത്തിരി സമയം എടുക്കുകയല്ലേ. അപ്പം നമ്മളിതൊന്ന് നല്ലപോലെ ഒരു ചുമന്ന നിറമാണ്. ആ ഇഞ്ചി നന്നായിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പണ്ട് ഓണക്കാലമായി കഴിഞ്ഞാൽ ഓണത്തിന് ഇഞ്ചി ഇല്ലാണ്ട് പറ്റൂലല്ലോ, ഇഞ്ചിക്കറി വേണം. ഇഞ്ചിക്കറി എല്ലായിടത്തും വേണം. നമ്മൾ സദ്യക്ക് ഇഞ്ചിക്കറി ഇല്ലാത്ത എങ്ങനെയാ സദ്യ വിളമ്പുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ ഓണം വരാൻ പോവല്ലേ, അപ്പൊ എല്ലാവരും ഈ ഇഞ്ചിക്കറി തന്നെയാണ് വെച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമാണ്, പിള്ളേർക്കൊക്കെ ഒത്തിരി എളുപ്പമാണിത്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ മൂപ്പിച്ചത് കണ്ടോ, ബ്രൗൺ നിറവായേ, നല്ല ബ്രൗൺ നിറമായി ഉണങ്ങി, ഇഞ്ചി നന്നായിട്ട് ഡ്രൈ ആയി. അങ്ങനെ ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് വേണം നമുക്കിതിനകത്തോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ ആ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഞ്ചി അപ്പൊ ആ ഇഞ്ചി ഒന്ന് ഉണങ്ങിയ ഇഞ്ചി ഒന്ന് കണ്ടോ കുതിർന്നു. ഇഞ്ചിക്ക് വേഗമൊന്നുമില്ല, കാരണം നല്ലപോലെ വറുത്ത ഇഞ്ചിയല്ലേ. അതൊന്ന് നല്ലപോലെ ആ പുളിയിൽ കിടന്ന് നമ്മളൊന്ന് ചൂടാക്കി നന്നായിട്ട് ഒന്ന് പറ്റിക്കൊന്നും വേണ്ട, എന്നാലും അതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, ആ ശർക്കര അതിനകത്തേക്ക് ഒഴിക്കാം. അപ്പം ശർക്കര ഒഴിച്ചു. അത് മധുരത്തിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ ശർക്കര ഒഴിക്കാൻ. ഇവിടെയൊക്കെ ഇഞ്ചിക്കറിക്ക് നല്ല മധുരം ഇഷ്ടമാണ്. ചിലർക്ക് അത്രയ്ക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ ചെറുതായിട്ട് ശർക്കര ഒഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇഞ്ചിക്ക് ഒരു എരിവുണ്ട്, ഒരു കുത്തലും ഒരു എരിവും ഒക്കെ ഉള്ളതല്ലേ ഇഞ്ചി. അപ്പം അതിൻ്റെ കൂടെ ഒത്തിരി മുളക് നമ്മളിട്ടാൽ ഭയങ്കരമായിട്ട് എരിവായി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ടുള്ളൂ. ഇനി അതിനകത്തൊന്ന് കുറുകണം, നല്ലപോലെ കുറുകി വരണം കേട്ടോ. കുറുകി ഇഞ്ചി എപ്പോഴും തൊടുകറിയാണ്, നമ്മളല്ലാതെ ഒഴിച്ചു കൂട്ടുന്നൊന്നും അല്ലല്ലോ, ഇഞ്ചി തൊടുകറിയല്ലേ. അപ്പം കട്ടയായിട്ട് കിട്ടണം. അങ്ങനെ കുറുകി വരുന്നു. ഇപ്പം ഇതിന് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് കൂടെ ഇട്ട് ഇതിങ്ങനെ നല്ലപോലെ കുറുകി വന്നു കഴിഞ്ഞാൽ തീ നിർത്താം കേട്ടോ. ഈ ഇഞ്ചിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കണം, കാരണം പുതിയ പുതിയ റെസിപ്പി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കണം കേട്ടോ.